എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലെ സിനഡ് കുർബാനയ്ക്കെതിരെ അൽമായ മുന്നേറ്റം. ഫാദർ ആന്റണി പൂതവേലിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. കുർബാന അർപ്പിച്ചത് അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശം ലംഘിച്ചെന്ന ആരോപണം. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുന്നു. അപ്പാച്ചിമേട് മുതൽ നടപ്പന്തൽ വരെ നീണ്ട ക്യൂ. തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. നിലയ്ക്കൽ പമ്പ പാതയിൽ വാഹന നിയന്ത്രണം. ഒരു മാസത്തിന് ശേഷം സർവീസ് പുനരാരംഭിച്ചു റോബിൻ ബസ്. പുലർച്ചെ 5-ന് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ടു. വഴിനീള പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം ഇന്ന് നൽകും. കുറ്റപത്രം നൽകുക കുന്നമംഗലം കോടതിയിൽ. പിന്നാലെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ ഹർഷൻ. ഗാസയിൽ ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ. ഹമാസിനെ ഇല്ലാതാക്കി ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. വ്യോമാക്രമണങ്ങൾക്ക് അയവില്ലെന്ന് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തൽ. പലസ്തീൻ ഇതുവരെ കൊല്ലപ്പെട്ടത് 20,000-ലധികം പേർ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മത്സരം ഉച്ചയ്ക്ക് 1:30 സെഞ്ചുറിയൻ. ഇന്ത്യ ജയിച്ചാൽ തിരുത്തുക 30 വർഷത്തെ ചരിത്രം.